വെൽക്കം ടു സൈഹവദന ഓപ്പർച്യൂണിറ്റി നൽകുന്നത് DRDO റിക്രൂട്ട്മെന്റ് ആൻഡ് അസസ്മെന്റ് സെന്റർ RAC എന്ന് പറയുന്ന ലക്നൗ റോഡ് ഡൽഹിയിലോട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ന്യൂസ് ആണ്. അത് വേരിയസ് സയന്റിസ്റ്റ് പോസ്റ്റിലോട്ടും B കാറ്റഗറിയിലോട്ടുള്ളൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് റിലീസ് ചെയ്തിട്ടുള്ളത് DRDOന്റെ. സോ അത് ഫുൾ ഓൺ ബേസിസ് ഓഫ് നമ്മുടെ ഗേറ്റ് എക്സാംസിൻ്റെ മാർക്കിൻ്റെ ബേസിസിലായിരിക്കും ഇവരെ ഫൈനലൈസ് ചെയ്യുന്ന എക്സാംസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. സോ ഇതിന് വേറെ സെപ്പറേറ്റ് ആയിട്ട് എക്സാംസോ കാര്യങ്ങളൊന്നുമില്ല. ഇഫ് നിങ്ങളൊരു ഗേറ്റ് ക്വാളിഫയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് UG PG സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഫൈനൽ ഇയർ എക്സാംസ് കഴിഞ്ഞിട്ട് മാർക്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അറൗണ്ട് ഒരു 1 lakh rupees അടുത്ത് വരെ ഒരു പേയ്മെൻറ്റ് സ്കെയിൽ വരുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ന്യൂസ് ആണ്. സോ നമുക്ക് ഡീറ്റെയിൽസിലോട്ട് നോക്കാം. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സോ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ സയൻസ് ഇൻക്ലൂഡിംഗ് സ്റ്റുഡൻസ് ഹു ഹാവ് അപ്പിയർഡ് ഇൻ ദ ഫൈനൽ സെമിസ്റ്റർ എക്സാമിനേഷൻ. സോ നിങ്ങൾ ഓൾറെഡി ഫൈനൽ ഇയർ എക്സാം അപ്ലൈ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അപ്പിയർ ആവാൻ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു മികച്ചൊരു പോസ്റ്റ് കൂടെയാണ്. പോസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ സയൻറ്റിസ്റ്റ് B ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDOയിലോട്ടുള്ള ഒരു പോസ്റ്റും, അതുപോലെ AD അതായത് എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസി. സോ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സയൻറ്റിസ്റ്റ് B ഇൻ വെപ്പൺ ആൻഡ് ഇലക്ട്രോണിക്സ് സിസ്റ്റം എഞ്ചിനീയറിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് WESEE ഡൽഹിയിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്. ദെൻ കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗ് CME പൂനെയിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്. ദെൻ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് AFMC പൂനെ സെലക്ഷൻ സെൻറ്റർ നോർത്ത് SEN ജലന്ധർ സെലക്ഷൻ സെൻറ്റർ സെൻട്രൽ SSC. ദെൻ ഭോപ്പാൽ സെലക്ഷൻ സെൻറ്റർ സൗത്ത് SES. ദെൻ ബാംഗ്ലൂർ അണ്ടർ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് നേവി ഹെഡ്ക്വാർട്ടേഴ്സ് എയർ ഹെഡ്ക്വാർട്ടേഴ്സിലോട്ടുള്ള എലിജിബിലിറ്റി ആണ് ഈ ഒരു എക്സാമിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. സോ നിങ്ങളൊരു ഗേറ്റ് ക്വാളിഫയർ ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ദിസ് ഇസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. സോ ബേസിക്കലി കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ഓരോരോ പോസ്റ്റിനും എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. സോ അതിനായിട്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം ഈ ഒരു ബുള്ളറ്റിൻ ആയിട്ട് തന്നിട്ടുണ്ട് ഇവരെല്ലാം. സോ ഡിസിപ്ലിൻസും വൈസ് കാറ്റഗറി ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി ഏതാണ് ഓർഗനൈസേഷൻ എക്വലൻ്റ് ആയിട്ടുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നോക്കാം. സോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് DRDO ADA WESEയിലോട്ടുള്ള ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സ് ആണ്. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് നിങ്ങൾ ഏത് കാറ്റഗറിയാണോ അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോർ കാർഡിൻ്റെ എസ്പെഷ്യലി അവർ പറയുന്നുണ്ട്, എടുത്ത് പറയുന്നൊരു കാര്യം ഏത് പേപ്പർ കോഡാന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾ ഓൾറെഡി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണ്, ഈ ഒരു മേഖലയിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അവർ പറയുന്ന എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്ന നിങ്ങൾ ഏതെങ്കിലും ഇതിൽ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഏതെങ്കിലും പേപ്പറായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അത് ഭയങ്കര വാസ്റ്റ് ആൻഡ് വൈഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. സോ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. സോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. നിങ്ങൾ വരുന്ന എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ നിങ്ങളുടെ ഡിഗ്രി വരികയാണെങ്കിൽ ദിസ് ഈസ് എ റിയലി ബിഗ് ഓപ്പർച്യൂണിറ്റി. മിസ് ചെയ്യാതിരിക്കാം. സോ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനലിൽ നിന്ന് ഡെഫിനറ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും പാസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ മെനി സ്റ്റുഡൻസ് ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സോ അവർക്കും കൂടെ ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്കുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കും ഒരു ഗേറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഈ ഒരു മേഖലയിൽ പഠിച്ച സ്റ്റുഡൻസ് ഒക്കെയാണ് ഇവിടെ തന്നിട്ടുള്ള ഒരു മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാരൊക്കെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെയിം വിത്ത് BSc അല്ലെങ്കിൽ MSc സ്റ്റുഡൻസ് ഒക്കെയാണ് നിങ്ങൾക്കും ഈ ഒരു ഗേറ്റ് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടർ ആൻഡ് സയൻസ് എഞ്ചിനീയറിംഗിൻ്റെ പറയുന്നുണ്ട്. ദെൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, കെമിസ്ട്രി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അതിന് നേരെ കാണാവുന്നതാണ് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, DRDO ആണോ CME ആണോ ADA ഡിപ്പാർട്ട്മെൻ്റ് ആണോ, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് അവർ ഇപ്പോൾ കറണ്ട് റിക്രൂട്ട്മെൻറ്റ് റിലീസ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ദെൻ എൻറ്റമോളജി, ബയോസ്റ്റാറ്റിക്സ്, ക്ലിനിക്കൽ സൈക്കോളജി അതുപോലുള്ള മേഖലയിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നിരിക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാസ്റ്റർ സ്റ്റുഡൻസ് ഒക്കെയാണ് സൈക്കോളജിയിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് നെറ്റിൻ്റെ സ്കോർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
സോ സ്പെസിഫിക്കലി ഇവിടെ UGC നെറ്റിൻ്റെ അല്ല, സ്പെസിഫിക്കലി അവർ എടുത്ത് പറയുന്നത് ഗേറ്റിൻ്റെ ക്വാളിഫിക്കേഷനാണ് ഇവർ ചോദിക്കുന്നത്. സോ ഈ ഒരു മേഖലയിലൊക്കെ പഠിച്ച സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുപോലെ ഇവിടെ മെയിനായിട്ട് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഫൈനൽ എക്സാംസ് ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും 31 ജൂൺ 2025 നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും ഇവിടെ വരുന്നത്, ഡൽഹിയിലാണ് ഇവിടുത്തെ ഇൻ്റർവ്യൂ അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. സോ അതുപോലെ 31 ജൂണിനുള്ളിൽ നിങ്ങൾ ഓൾറെഡി അബ്രോഡൊക്കെയാണ് പഠിച്ച സ്റ്റുഡൻസ് ഒക്കെ എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ബിഫോർ ജൂലൈ 31 നിങ്ങൾക്ക് ഇവിടെ എത്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ മാർക്സിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫോർ എൻ ഇന്ത്യൻ സ്റ്റുഡൻ്റ് ആണെങ്കിൽ 60% മാർക്ക്, അതായത് CGPA അറൗണ്ട് 6.75 ഔട്ട് ഓഫ് 10 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിത്ത് വാലിഡ് ഗേറ്റ് സ്കോർ. അതുപോലെ ഏജ് റിലാക്സേഷനും അതുപോലെ റിസർവേഷൻ കാറ്റഗറീസിനുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട്. ഓൺലി ഇന്ത്യൻ സിറ്റിസൺസ് ക്യാൻ അപ്ലൈ എന്ന് പറയുന്നുണ്ട്. സോ നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ സക്സസ്ഫുൾ രജിസ്ട്രേഷൻ നിങ്ങൾ ലോഗിൻ ചെയ്യുക, രജിസ്ട്രേഷൻ ലോഗിൻ എല്ലാം ചെയ്തിട്ട് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ പേയ്മെൻറ്റുള്ള കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 100 റുപ്പീസ് മാത്രമാണ് ഇവിടെ ഫീ വരുന്നത്. അതുപോലെ SC/ST വുമൻ അതുപോലെ PWD കാറ്റഗറിയിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫീ ഉണ്ടാവുന്നതല്ല. സോ സക്സസ്ഫുൾ രജിസ്ട്രേഷൻ ആയിക്കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക. ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് NOC നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം യുവർ കറണ്ട് എംപ്ലോയർ അത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് നോക്കുക. ഇൻ്റർവ്യൂ ടൈമിൽ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫിസിക്കൽ കോപ്പീസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഒരു വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോറൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ പ്രൂഫ് ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആവും ഇഫ് അത് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ. സോ പ്രോപ്പറായിട്ടുള്ള ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഫിസിക്കലായിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ. സോ അതുപോലെ തന്നെ ഇവിടെ ഫീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 100 റുപ്പീസാണ് ഫീസ് വരുന്നത്. ഇഫ് ജനറൽ EWS ആൻഡ് OBC മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ ഫീ വരുന്നത്. ദെൻ ഗേറ്റ് സ്കോറിൻ്റെ കാർഡ് കാര്യങ്ങൾ നോക്കുക. അതുപോലെ കൺഫർമേഷൻ മെയിൽ വരുന്നതായിരിക്കും, വേറൊരു എക്സാമോ കാര്യങ്ങളോ ഉണ്ടാവുന്നതല്ല. സോ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരൊരു കൺഫർമേഷൻ മെയിൽ വില്ലിങ്നെസ് അപ്പിയർ ഫോർ പേഴ്സണൽ ഇൻ്റർവ്യൂവിനായിട്ടുള്ള ഒരു ഡെഡ് ലൈനും അതുപോലെ അതിൻ്റെ ഒരു മെയിൽ കാര്യങ്ങളെല്ലാം ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വില്ലിങ്നെസ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൺഫർമേഷൻ മെയിൽ കാര്യങ്ങളായിട്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ എക്സാക്ട് ഡേറ്റ് ഓഫ് ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം ഫൈനലൈസ് ചെയ്തിട്ട് അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ പേഴ്സണൽ ഇൻ്റർവ്യൂവിന് പോകുന്നത് ഡൽഹിയിലോട്ടാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സോ റെസ്ട്രിക്റ്റഡ് ടു നമ്പർ ഓഫ് ദ വേക്കൻസീസ് ഓർഡർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്നുണ്ട്. സോ മെറിറ്റ് ബേസിസിലും അതുപോലെ വേക്കൻസി ബേസിസിലും ആണ് ഇവിടെ ഈ റിക്രൂട്ട്മെൻറ്റും വേക്കൻസി കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പിന്നെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൊക്കേഷൻ്റെ കാര്യങ്ങളും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഇൻഫോർമേഷനിൽ നമുക്ക് പറയാനുള്ള മെയിൻ പോയിന്റ്സ്. സോ നിങ്ങൾ ഈ ഒരു മേഖലയിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് വിത്ത് ഗേറ്റ് സ്കോറൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് DRDO ഓഫ് ഇന്ത്യ നൽകുന്നത്. സോ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.